നമസ്കാരം. മുത്തശ്ശി കഥകളിലൂടെ നാം കേട്ടിരുന്ന യക്ഷിക്കഥകൾ കാലമെത്ര കഴിഞ്ഞാലും നമ്മെ ഭയത്തിൻ്റെ മുൾമുനകളിൽ നിർത്താറുണ്ട്. ഭീതി വിതച്ച ഭീകരയക്ഷികളെ തളച്ച ഉഗ്രമന്ത്രവാദികളും മാന്ത്രികരും നിറഞ്ഞ പഴങ്കഥകളിലേക്ക് ദൈവീക പരിവേഷം കൂടി കലർത്തി ഞങ്ങളുടെ ഭാവനയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഒരു കഥയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ, പിന്നീട് തിരുവല്ല എന്നറിയപ്പെടുന്ന തിരുവല്ലഭപുരത്തേക്കുള്ള പാതയിലുള്ള മല്ലികാവനം. രാത്രിയുടെ രണ്ടാം യാമത്തിൽ ദൂരെ നായ്ക്കൾ ഓരിയിടുന്നതും ഏതൊക്കെയോ കിളികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദവും മാത്രം. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു കാളവണ്ടിയുടെ ശബ്ദവും നേരിയ വെളിച്ചവും കാണാൻ തുടങ്ങുന്നു. സാധാരണയായി ആരും ഇരുൾ മൂടിയാൽ പോകുവാൻ ധൈര്യപ്പെടാത്ത ആ പാതയിലൂടെ സധൈര്യം തന്റെ കാളവണ്ടിയും തെളിച്ച് നകുലൻ എന്ന ആ 10 വയസ്സുകാരനായ ബാലമന്ത്രവാദി മല്ലികാവനത്തിലേക്ക് പ്രവേശിക്കുന്നു. എവിടെ നിന്നോ കാലൻ കോഴികൾ കൂവാനും നായ്ക്കൾ ഓരിയിടാനും തുടങ്ങുന്നു. പെട്ടെന്ന് കാളവണ്ടിയുടെ അരണ്ട വെളിച്ചത്തിൽ വഴിയിൽ ഒരു സുന്ദരിയായ സ്ത്രീ തനിച്ചു നിൽക്കുന്നതായി കാണുന്ന ആ കുട്ടി തന്റെ കാളവണ്ടി അവൾക്കരികിലേക്ക് അടുപ്പിക്കുന്നു. കാളവണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന കുട്ടി സുന്ദരിയായ ആ യുവതിയുടെ സമീപത്തേക്കടുക്കുമ്പോൾ പെട്ടെന്ന് ആ സ്ത്രീരൂപം അതിഭീകരിയായ ഒരു യക്ഷിയായി മാറുന്നു. തൻ്റെ കൂർത്ത പല്ലുകളും പുറത്തുകാട്ടി പനങ്കുല പോലുള്ള മുടിയും കുലുക്കി നകുലനെ പിടിക്കുവാനായി ആയുന്ന ഘോരരൂപിണിയായ ആ യക്ഷി അതിശക്തമായ ഒരു പ്രഹരമേറ്റ് അലറി വിളിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. അതികോപമോടെ ചാടി എഴുന്നേൽക്കുന്ന ആ യക്ഷി തൻ്റെ മുൻപിലെ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിക്കുന്നു. മുൻപിൽ ആ ചെറിയ കുട്ടിക്ക് പകരം തൻ്റെ ഭക്തരെ യക്ഷിയിൽ നിന്നും രക്ഷിക്കുവാനെത്തിയ ആദിവിരാട പുരുഷനായ സാക്ഷാൽ ശ്രീവല്ലഭൻ ശംഖുചക്രധാരിയായി വിശ്വരൂപം പ്രാപിച്ചു നിൽക്കുന്നതായി കാണുന്നു. തന്നെ കൊല്ലുവാനായി പാഞ്ഞെടുക്കുന്ന സുദർശനമൂർത്തിയെ കണ്ട് ഭഗവാന്റെ മുൻപിൽ ഭയചകിതയായി ശരണം പ്രാപിക്കുന്ന അവളെ ശ്രീവല്ലഭൻ ബന്ധനസ്ഥയാക്കി ഏറൻകാവ് ക്ഷേത്രത്തിലെ കിണറിനുള്ളിലേക്ക് തള്ളി കല്ലുകൊണ്ട് അടയ്ക്കുന്നു. പടയണിയുടെ നാടായ ഓദ്രയിൽ ജനിച്ചു വളർന്നതുകൊണ്ടും കളം നിറഞ്ഞാടുന്ന യക്ഷിക്കോലങ്ങൾ കണ്ടു വളർന്നതുകൊണ്ടുമാവാം യക്ഷിക്കഥകൾ എന്നും എനിക്ക് പ്രിയപ്പെട്ടവയായിരുന്നു. പതിവ് പോലെ ഓദ്രയിൽ നിന്നും കുട്ടനാട്ടിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിച്ചതും പടയണി കലാകാരനായ രാധാകൃഷ്ണനൊപ്പമായിരുന്നു. ശ്രീവല്ലഭ ക്ഷേത്രമതിലും കടന്ന് കാവും ഭാഗത്തെത്തുമ്പോഴാണ് മഴയിൽ കുളിച്ചു നിൽക്കുന്ന ഏറൻകാവ് ദേവി ക്ഷേത്രം കാണുന്നത്. ഒരു കാലത്ത് തിരുവല്ലയുടെ പേടിസ്വപ്നമായ ഏറൻകാവ് യക്ഷിയെ ബന്ധനസ്ഥയാക്കിയ ഏറൻകാവ്. മണിമലയാറിന്റെ തീരത്തുള്ള അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു ഇന്ന് തിരുവല്ല എന്നറിയപ്പെടുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ഭാവമായ ശ്രീവല്ലഭനും സുദർശനമൂർത്തിയും അനുഗ്രഹം ചൊരിയുന്ന തിരുവല്ലഭപുരം. പ്രാചീനകാലത്ത് മല്ലികാവനം എന്നറിയപ്പെട്ടിരുന്ന അവിടം ഭരിച്ചിരുന്നത് ദുഷ്ടനും ക്രൂരനുമായ തുകലൻ എന്ന അസുരനായിരുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള തുകലശ്ശേരി എന്ന സ്ഥലത്തിന് ആ പേര് വരാൻ തന്നെ കാരണം അവിടെ സ്ഥിതി ചെയ്തിരുന്ന തുകലന്റെ കൊട്ടാരമായിരുന്നു എന്നും പറയപ്പെടുന്നു. തികഞ്ഞ ഈശ്വരഭക്തരും ധർമ്മിഷ്ഠരുമായിരുന്ന ജനങ്ങൾ വസിച്ചിരുന്ന ആ സ്ഥലത്തു നിന്നും ക്രമേണ തുകലാസുരന്റെ ക്രൂരതകൾ കാരണം പല ആളുകളും പലായനം ചെയ്യാനും തുടങ്ങുന്നു. തികഞ്ഞ ഈശ്വരഭക്തരായിരുന്ന ശങ്കരമംഗലത്തെ എന്ന മനക്കാർ അവിടെ തന്നെ തുടരുകയും മനയിലെ കാരണവരായിരുന്ന നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ മരണശേഷം ഏകയായി മാറുന്ന പത്നി ശ്രീദേവി അന്തർജനം എന്ന ചങ്ക്രോത്തമ്മ കടുത്ത നിഷ്ഠയോടുകൂടി ഏകാദശി വ്രതമനുഷ്ഠിച്ചും പോന്നിരുന്നു. ദശമി നാളിൽ ഒരിക്കലുണ്ട്. ഏകാദശി നാളിൽ തുളസീതീർത്ഥം മാത്രം സേവിച്ച് ദ്വാദശി നാളിൽ ബ്രഹ്മചാരികളെ കാലുകഴുകി ഊട്ടിയാണ് അവർ വ്രതം അനുഷ്ഠിച്ചിരുന്നത്. ഒരു ദ്വാദശി നാളിൽ കാലുകഴുകി ചൂട്ടാൻ ബ്രഹ്മചാരികളാരും മനയിലേക്ക് എത്താതിരിക്കുകയും അതിൽ അതീവ ദുഃഖിതയായി മഹാവിഷ്ണുവിനെ മനമുരുകി പ്രാർത്ഥിക്കുന്ന ചങ്ക്രോത്തമ്മയുടെ മുൻപിലേക്ക് അതീവ തേജസ്വിയായ ഒരു ബ്രഹ്മചാരി എത്തുന്നു. ബ്രഹ്മചാരിയെ കണ്ട ചങ്ക്രോത്തമ്മ ഭക്ഷണത്തിനു മുമ്പ് അവനോട് പോയി അടുത്തുള്ള കുളത്തിൽ കുളിച്ചു വരുവാൻ പറയുന്നു.
ഒഴുക്കുള്ള പുഴയിൽ കുളിക്കരുതെന്ന ചെങ്ക്രോത്തമ്മയുടെ അഭ്യർത്ഥന ചെവിക്കൊള്ളാതെ തുകലശ്ശേരിയിലേക്ക് പോകുന്ന അവൻ അവിടെ വെച്ച് തുകലാസുരനെ സുദർശന ചക്രം പ്രയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയും തുടർന്ന് മണിമലയാറ്റിൽ കുളിച്ച് ചക്രം കഴുകുകയും ചെയ്യുന്നു. ഭഗവാൻ ചക്രം കഴുകിയ കടവ് അന്നു മുതൽ ചക്രശാളനക്കടവ് എന്നറിയപ്പെടാനും തുടങ്ങുന്നു. തുടർന്ന് തുകലൻ പൂജിച്ചിരുന്ന ശിവലിംഗം അടുത്തുള്ള ഒരു കുന്നിൻ മുകളിൽ ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കുകയും പിന്നീട് ഇത് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം എന്ന് പ്രസിദ്ധമാകുകയും ചെയ്യുന്നു. തിരിച്ച് ശങ്കരമംഗലത്തെത്തുന്ന ഭഗവാനെ കണ്ട ചങ്ക്രോത്തമ്മ ഭക്ത്യാദരപൂർവ്വം കാൽക്കൽ വീണ് നമസ്കരിക്കുകയും തുടർന്ന് വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ അവർ തന്റെ ഇഷ്ടദേവന് നൽകുകയും ചെയ്യുന്നു. തുടർന്ന് ഭഗവാൻ മനയുടെ കിഴക്കിനിയിൽ പടിഞ്ഞാട്ട് ദർശനമായി സുദർശന ചക്രത്തെ പ്രതിഷ്ഠിച്ചുവെന്നും പറയപ്പെടുന്നു. ഇതാണ് പിന്നീട് ക്ഷേത്രമായി മാറിയ ഇവിടുത്തെ പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്ന ശ്രീ സുദർശനമൂർത്തി പ്രതിഷ്ഠ എന്നും പറയപ്പെടുന്നു. തുകലന്റെ മരണത്തിന് ശേഷം മല്ലികാവനത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ ഒരു യക്ഷിയുടെ വിഹാരരംഗമായി മാറുന്നു. അക്കാലത്ത് കച്ചവടത്തിനായി പുറംദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ തിരുവല്ലഭപുരത്തേക്ക് വണ്ടിക്കാളകൾ തെളിച്ച് വന്നിരുന്നു. അന്ന് നഗരത്തിന് വടക്കു നിന്നും വരുന്നവർ മുത്തൂറ്റു നിന്നും തിരിഞ്ഞ് കാവുംഭാഗം വഴി മല്ലികാവനം കടന്ന് നഗരത്തിലേക്ക് പ്രവേശിച്ചിരുന്നതായും പറയപ്പെടുന്നു. നഗരത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന മല്ലികാവനത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളായ മണിപ്പുഴ, കാവുംഭാഗം, പാലിയേക്കര, രാമപുരം എന്നിവിടങ്ങളിൽ ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ രാത്രിയിൽ കാളവണ്ടിയിലെത്തിയിരുന്ന കച്ചവടക്കാരുടെയും വഴിയാത്രക്കാരുടെയും മുൻപിൽ കരിമ്പനകളുടെ ചുവട്ടിൽ സുന്ദരിയായ സ്ത്രീയുടെ രൂപം പൂണ്ടു നിന്നിരുന്ന ആ യക്ഷി അവരെ മയക്കി കൊലപ്പെടുത്തി രക്തവും മാംസവും ഭക്ഷിച്ചിരുന്നതായും വിശ്വസിക്കുന്നു. ഒടുവിൽ തന്റെ ഭക്തരുടെ രക്ഷയ്ക്കായി സാക്ഷാൽ ശ്രീവല്ലഭൻ ബാലമന്ത്രവാദിയുടെ രൂപത്തിൽ യക്ഷിയെ തേടിയെത്തുന്നു. കാളവണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന കുട്ടി സുന്ദരിയായ ആ യുവതിയുടെ സമീപത്തേക്കടുക്കുമ്പോൾ പെട്ടെന്ന് ആ സ്ത്രീരൂപം അതിഭീകരിയായ ഒരു യക്ഷിയായി മാറുന്നു. തന്റെ കൂർത്ത പല്ലുകളും പുറത്തുകാട്ടി പനങ്കുല പോലുള്ള മുടിയും കുലുക്കി നകുലനെ പിടിക്കുവാനായി ആയുന്ന ഘോരരൂപിണിയായ ആ യക്ഷി അതിശക്തമായ ഒരു പ്രഹരമേറ്റ് അലറി വിളിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. അതികോപമോടെ ചാടി എഴുന്നേൽക്കുന്ന ആ യക്ഷി തന്റെ മുൻപിലെ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിക്കുന്നു. മുൻപിൽ ആ ചെറിയ കുട്ടിക്ക് പകരം തന്റെ ഭക്തരെ യക്ഷിയിൽ നിന്നും രക്ഷിക്കുവാനെത്തിയ ആദിവിരാട പുരുഷനായ സാക്ഷാൽ ശ്രീവല്ലഭൻ ശംഖുചക്രധാരിയായി വിശ്വരൂപം പ്രാപിച്ചു നിൽക്കുന്നതായി കാണുന്നു. തന്നെ കൊല്ലുവാനായി പാഞ്ഞെടുക്കുന്ന സുദർശനമൂർത്തിയെ കണ്ട് ഭഗവാന്റെ മുൻപിൽ ഭയചകിതയായി ശരണം പ്രാപിക്കുന്ന അവളെ ശ്രീവല്ലഭൻ ബന്ധനസ്ഥയാക്കി കിണറിനുള്ളിലേക്ക് തള്ളി കല്ലുകൊണ്ട് അടയ്ക്കുന്നു. ചക്രപുരത്തെ സുദർശനമൂർത്തി ക്ഷേത്രത്തിലേക്ക് മംഗലാപുരത്തെ നേത്രാവതി നദിയിൽ ജലാധിവാസമേറ്റ് കിടന്നിരുന്ന അതിദിവ്യമായ വിഷ്ണുവിഗ്രഹം എത്തിച്ച ചേരമാൻ പെരുമാളിൻ്റെയും ശ്രീവല്ലഭപുരത്തിൻ്റെ നാഥനായ ശ്രീവല്ലഭൻ്റെയും കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയാണ്. നിങ്ങളും ഒപ്പമുണ്ടാവണം.